ഒരു കാലത്ത് മലയാളികളുടെ ഇടയിൽ തിളങ്ങി നിന്ന ഒരു നടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്ന കാർത്തിക. പൈനാപ്പിൾ പെണ്ണെ എന്ന ഗാനം കേൾക്കുമ്പോൾ പോലും പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നത് നടി കാർത്തികയെ തന്നെയാണ്. സിനിമയിൽ വളരെയധികം ഹിറ്റായിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു താരത്തിൻ്റെ വിവാഹം നടന്നത്. അതിനുശേഷം ഭർത്താവും കുട്ടികളും കുടുംബവുമായി ഇപ്പോൾ വിദേശത്ത് സെറ്റിൽഡാണ് കാർത്തിക മാത്യു. സോഷ്യൽ മീഡിയയിലൊന്നും അധികം സജീവമല്ലെങ്കിലും വല്ലപ്പോഴും മാത്രം ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ആരാധകരെ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് കാർത്തിക. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഇപ്പോൾ കാർത്തികയുടെ മക്കളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നു. കാർത്തികയ്ക്ക് 3 മക്കളാണ്. ആ 3 മക്കളുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ കാണുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പങ്കുവെക്കുന്ന വാർത്തയായി ഇത് മാറുന്നു. 3 ആൺകുട്ടികളാണ് കാർത്തികയ്ക്കും ഭർത്താവിനും ഉള്ളത്. എപ്പോഴും ഭർത്താവിൻ്റെ ചിത്രങ്ങളോടൊപ്പം തന്നെ മക്കളുടെ ചിത്രങ്ങളും പങ്കുവെച്ച് കാർത്തിക എത്തുന്നത് കൊണ്ട് തന്നെ മക്കളെപ്പോഴും കാണുന്ന ഒരു പ്രതീതിയാണ് പ്രേക്ഷകർക്ക് ഉള്ളത് എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ മക്കൾ വലുതായി എന്നും കാർത്തികയുടെ ചായയുണ്ട് ഇളയ മകന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. 3 ആൺകുട്ടികളുമായി ജീവിക്കുന്ന ഒരമ്മയാണ് എന്നും കാർത്തികയുടെ സമാധാനവും അതുപോലെ എല്ലാ ശാന്തിയും ഇവിടെ കെട്ടടങ്ങുമല്ലോ എന്നൊക്കെ പലരും കളിയാക്കിക്കൊണ്ട് എത്തുകയാണ്. 3 ആൺകുട്ടികളുടെ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത്ഭുതമാണ് തോന്നുന്നതെന്നും പറയുന്നു. നിരവധി പ്രേക്ഷകരാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഒരുപാട് പേർ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കാർത്തികയെ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാർത്തികയും കാർത്തികയുടെ മക്കളും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയ പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ അതിവേഗം ഈ ചിത്രങ്ങളെല്ലാം ഏറ്റെടുക്കാൻ സഹായിക്കുകയും ചെയ്തു. ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ ഈ താരത്തിന് ലഭിക്കുന്നുണ്ടെന്നും മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ കാർത്തികയുടെ ഈ വാർത്ത മാറുന്നത്. ഇതിനു മുൻപും കാർത്തികയുടെ വാർത്ത ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ കാർത്തികയുടെ കുടുംബവുമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് തന്നെ പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ ലഭിക്കുന്ന ഒരു താരമായി അതിവേഗം മാറാൻ പറ്റിയതും കാർത്തികയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. വിരലിലെണ്ണാവുന്ന സിനിമയിലായിരുന്നു ആദ്യം വന്നത്. പിന്നീട് നായികയായും സഹോദരിയായും സഹനടിയായും ഒക്കെ നിരവധി സിനിമകളിൽ വന്നു. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെയും ദിലീപിൻ്റെയും അതുപോലെ നിരവധി താരങ്ങളുടെ സഹോദരിയായും ഭാര്യയായും കാമുകിയായും ഒക്കെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതിലൂടെ തന്നെ പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ആദ്യമൊക്കെ കാർത്തികയുടെ വാർത്ത ഏറ്റെടുക്കുന്നതും അത്തരത്തിൽ തന്നെയായിരുന്നുവെന്ന് പറയാം. കോളേജിൽ പഠിക്കുമ്പോൾ വളരെ യാദൃശ്ചികമായാണ് സിനിമയിൽ വന്നതെന്ന് കാർത്തിക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ അതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് എങ്ങനെ അഭിനയിക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. സിനിമ നമ്മൾ കാണും പോലെ അല്ല എന്നിതിൽ വന്നപ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലായത്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. കോളേജിലൊന്നും ആരും പറഞ്ഞ് എന്നെ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ സീരിയസ് ആയി എന്ന് പറയുമ്പോഴും അവർ കരുതിയത് കളിയായിട്ട് തന്നെയായിരുന്നു എന്ന് കാർത്തിക ഒരിക്കൽ പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.